ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടെ. ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ, ഇമിറ്റേറ്റേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇമിറ്റേറ്റേഴ്സ് ഓഫ് ഗോഡ്. ആത്മീയത്തിൻ്റെ പരമവും പ്രധാനവുമായിരിക്കുന്ന ലാക്കും ലക്ഷ്യവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലടികളെ പിന്തുടരുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നത് പോലെയാണ്. കർത്താവായ യേശുക്രിസ്തു ആകുന്ന തലയോളം അവൻ്റെ ദിവ്യ സ്വഭാവത്തിൽ വളരുന്നതാണ്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. വേറെ ആരെയുമല്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ. വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതായിരിക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ടുള്ള നടപ്പാണ് ആത്മീയ ജീവിതം. കണ്ടുപഠിക്കണം. കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എബ്രായ ലേഖനത്തിൽ പറഞ്ഞു, വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിക്കൊള്ളുവീൻ. നമ്മുടെ ദൃഷ്ടി എപ്പോഴും ഉറച്ചിരിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. അവൻ്റെ കാലടികളെയാണ് നാം പിന്തുടരേണ്ടത്. വേറെ ആരുടെയെങ്കിലും കാലുകളെ പിന്തുടർന്നാൽ പലപ്പോഴും അബദ്ധം പറ്റും. ശ്രേഷ്ഠരായ ദൈവമക്കൾ നല്ല ഉപദേശങ്ങൾ തന്നു, പക്ഷെ പലപ്പോഴും പലരും വഴിതെറ്റി. ദൈവമക്കളെ, ഒരിക്കലും തെറ്റുകില്ലാത്ത, മാറ്റമില്ലാത്ത സത്യം അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ മിക്കവാറും എല്ലാ പ്രഭാതത്തിലും വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് തെളിഞ്ഞു വരുന്ന ഒരു ദൃശ്യമുണ്ട്. പെരുമരക്കുരിശും അത് മുഴുവൻ എൻ്റെ പാപത്തിൻ്റെ ഭാരമാണല്ലോ. പെരുമരക്കുരിശും എടുത്തുകൊണ്ട് പ്രാഞ്ചി വേച്ചും വീണും കർത്താവായി യേശുക്രിസ്തു ഗോകുൽത്തയിലേക്ക് നടന്നു നീങ്ങുകയാണ്. അടി കൊള്ളുന്നുണ്ട്, വീഴുന്നുണ്ട്. പക്ഷെ ഒരു സമയത്ത് ഒരാശ്വാസം. എപ്പോഴാണ്? കുറേനേക്കാരനായ ശീമോനെ ക്രൂശ് പിടിച്ച് താങ്ങി. യേശുക്രിസ്തു എഴുന്നേറ്റു. ക്രൂശും കൊണ്ട് കർത്താവായി യേശുക്രിസ്തു ഗോകുൽത്തയിലേക്ക് പോകുന്നതിൻ്റെ പിന്നാലെ ആ മരക്കുരിശിൻ്റെ ഒരറ്റവും താങ്ങിക്കൊണ്ട് കുറേനേക്കാരനായ ശീമോൻ യേശുവിനെ അനുഗമിക്കുകയാണ്. പിടുത്തം വിടുന്നില്ല, കാലുകൾ ഇടറുന്നില്ല. യേശു നടന്നതുപോലെ അങ്ങ് നടക്കുകയാണ്. ആ ഒരു നടപ്പ് എൻ്റെ മനസ്സിനകത്ത് തെളിഞ്ഞു വരും പ്രഭാതത്തിൽ. പിന്നെ അന്നത്തെ ദിവസം ആ ക്രൂശിനെ പിടിച്ചുകൊണ്ടുള്ളതായിരിക്കും നടപ്പാണ്. മാറാത്ത മാതൃക കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അത് നിങ്ങളുടെ കൺമുമ്പിൽ ഞാൻ വളരെ വ്യക്തമായി വരച്ച് കാണിക്കുകയാണ്. മാറാത്ത മാതൃക, ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഞാൻ ഈ പറയുന്ന യേശു കേൾക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. അല്പസമയം നമുക്ക് ധ്യാനിക്കാം. ഏതെല്ലാം കാര്യങ്ങൾക്കാണ് പ്രായോഗികമായ ജീവിതത്തിൽ യേശുക്രിസ്തു മാതൃക കാണിച്ചു തന്നത്? ഏതെല്ലാം പ്രായോഗികമായ തലത്തിൽ നമുക്ക് യേശുക്രിസ്തുവിനെ അനുകരിക്കാം? ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഏതിനെല്ലാം മാതൃകയാണ്. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നാമത്തെ കാര്യം, 1 പത്രോസ് 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. അതിനുശേഷം, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു വിശുദ്ധനാണ്. വിശുദ്ധി ഉള്ളവൻ എന്നല്ല പറഞ്ഞത്, വിശുദ്ധിയുടെ തികവാണ് കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധിയുടെ കാര്യത്തിൽ എന്നെ മാതൃകയാക്കിക്കൊള്ളുക, എന്നെ അനുഗമിച്ച് നടന്നുകൊള്ളുക. ദൈവമക്കളെ, അതിൽ നമ്മൾ ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. അതെങ്ങനെ? കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ എനിക്ക് വിശുദ്ധനായി തീരാൻ സാധിക്കുമോ? കർത്താവായ യേശുക്രിസ്തു വിശുദ്ധിയിൽ തികഞ്ഞവനാണ്. അവൻ പവിത്രനാണ്, നിർദോഷനാണ്, നിഷ്കളങ്കനാണ്, പാപത്തോട് വേർപെട്ടവനാണ്. പാപഭംഗിലമായിരിക്കുന്ന ലോകത്തിൽ ജീവിക്കുന്ന പാപപ്രകൃതിയുള്ള എനിക്ക് അപ്രകാരം ഒരു വിശുദ്ധ ജീവിതം സ്വായത്തമാക്കുവാൻ സാധിക്കുമോ? അസാധ്യമായൊരു കാര്യം കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും പറയുകയില്ല. ഒരു മർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ചിന്തിച്ചാൽ സാധ്യമാണോ എന്ന് നമുക്ക് ചിന്താകുഴപ്പങ്ങൾ വരാം.
എന്നാൽ നിങ്ങൾ കത്തി ജ്വലിച്ചെരിഞ്ഞ് പ്രകാശിച്ച് നിൽക്കുന്ന ഒരു തീക്കട്ട നിങ്ങളെന്ന് മനസ്സിൽ കണ്ടേ. ഒരു വലിയ തീക്കട്ട, മുഴുവൻ തീയാണ്, ജ്വലിച്ച് നിൽക്കുകയാണ്. എന്നിലേക്ക് നോക്കി, ഞാൻ തികഞ്ഞ കരിക്കട്ടയാണ്. നന്മയുടെ കണിയൊന്നുമില്ല. ചിന്തകൾ അശുദ്ധമാണ്, വികാരങ്ങൾ അശുദ്ധമാണ്, കാലുകൾ അശുദ്ധമാണ്, കൈകൾ അശുദ്ധമാണ്, കണ്ണുകൾ അശുദ്ധമാണ്. നന്മയുടെ വെണ്മയുടെ കണിക പോലും ഇല്ലാത്ത തികഞ്ഞ ഒരു കരിക്കട്ടയാണ്. എവിടെ പോയിരുന്നാലും അവിടെ കരി പറ്റും. എങ്ങനെ ഈ പ്രകൃതി മാറ്റും? എവിടെയെങ്കിലും ഇട്ട് ഒരച്ചാൽ ദൈവമക്കളെ കരിക്കട്ട വെളുത്തു വരുമോ? സോപ്പിട്ട് കഴുകിയാൽ കരിക്കട്ട വെളുത്തു വരുമോ? പിന്നെ അതിന് പ്രകൃതി മാറാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണ്? കത്തി ജ്വലിച്ച് നിൽക്കുന്ന തീക്കട്ടയുമായിട്ട് ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് ഊതിക്ക്. ആ തീ കുറേശ്ശെ ഈ കരിക്കട്ടയിലേക്ക് പടർന്ന് വ്യാപരിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ക്രമേണ ആ തീ കരിക്കട്ടയെ ജ്വലിപ്പിക്കാൻ തുടങ്ങും. കുറച്ച് സമയം കഴിയുമ്പോൾ കരിക്കട്ട മുഴുവൻ തീക്കട്ടയായി മാറി. ദൈവമക്കളെ, എൻ്റെ പ്രത്യാശയാണിത്. കാൽവറിയിലെ ദൈവകോപത്തിയിൽ വെന്തെറിഞ്ഞ തീക്കട്ടയായ സ്നേഹനിധിയായ കർത്താവായ യേശുക്രിസ്തുവിനോട് പിരിയാത്ത വ്യക്തിപരമായ സജീവമായ ഒരു ബന്ധം നീ പുലർത്തുന്നുവെങ്കിൽ ഒരു ദിവസം വരും ദൈവമക്കളെ, കർത്താവിൻ്റെ ജ്വലിക്കുന്ന പ്രകൃതി നിങ്ങൾക്കും കിട്ടും. ഹല്ലേലൂയ. അതാണ് പൗലോസ് കോരിന്ത്യർക്ക് ലേഖനം 2 കൊരിന്ത്യർ 3:15 പറഞ്ഞു, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരാകണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ് പ്രതിബിംബിക്കുന്ന ദൈവമക്കൾ. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം. സാധു സുന്ദർ സിംഗ് ഇംഗ്ലണ്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരിക്കലൊരു കൺവെൻഷന് വേണ്ടി ചെന്നു. കൺവെൻഷൻ കഴിഞ്ഞു ഒരു വീട്ടിൽ താമസിച്ചു. ആ വീട്ടിൽ 2 ഇരട്ട കുട്ടികളുണ്ട്, ആൺകുട്ടികൾ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ 2 കുസൃതിക്കുട്ടന്മാരെന്ന് പറയാം. സാധു സുന്ദർ സിംഗ് അവരുമായിട്ട് ഒത്തുചേർന്ന് കൂട്ടുകൂടി സംസാരിച്ച് ചിരിച്ച് കളിച്ച് സന്ധ്യയ്ക്ക് കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തു. അതിരാവിലത്തെ ഫ്ലൈറ്റിന് സാധു സുന്ദർ സിംഗ് പോന്നു. ചില മണിക്കൂറുകൾ മാത്രം കുട്ടികളുമായി ഒന്നിച്ച് സ്നേഹം പങ്കിട്ട് കളിച്ച് നടന്നു. പിറ്റേ ദിവസം രാവിലെ ആ നിഷ്കളങ്കരായ കുട്ടികൾ എഴുന്നേറ്റ് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്ന യേശുവപ്പ എന്തി? ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്ന യേശുവപ്പ എന്തി? ഇല്ല മോനെ, യേശുവപ്പ അങ്ങനെ നമ്മുടെ വീട്ടിലൊന്നും വന്നില്ലല്ലോ. അല്ല, വന്നു, ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് നടന്നല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവപ്പയുടെ സ്വഭാവം ഞങ്ങൾക്ക് സൺഡേ സ്കൂളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേ സ്വഭാവം തന്നെയാണല്ലോ ഇവിടെ വന്ന് യേശുവപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. ചെന്നത് സാധു സുന്ദർ സിംഗ് ആണ്. ആ കുരുന്ന് മനസ്സിൽ കടന്നുകൂടിയത് ഏതാ യേശുവാണെന്നാണ്. ഞാനും അല്പം വേദനയോടും കുറ്റബോധത്തോടും പറയുന്നു. സഹോദര, ചില മണിക്കൂറുകൾ മാത്രം ചെലവഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ദിവ്യപ്രകാശം ആ കുട്ടികൾക്ക് യേശുവാണോ എന്ന് ചിന്തിക്കാൻ തക്കവണ്ണം പ്രേരണ നൽകി. നിങ്ങൾ എത്ര നാൾ ഒന്നിച്ച് കൂട്ടായ്മയിൽ നടന്നു, വീട്ടിൽ നടന്നു. നിങ്ങളുടെ മക്കൾ പോലും പറയുമോ, എൻ്റെ അപ്പ അല്ലെങ്കിൽ എൻ്റെ അമ്മ ദൈവത്തിൻ്റെ സ്തോത്രം യേശുവാണ് എന്ന്? അതാ ദൈവമക്കളെ നമ്മൾ പറയിപ്പിക്കേണ്ടത്. 2 കൊരിന്ത്യർ 7:1 വാക്യം വായിക്കാവൂ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി, ജഡത്തിലെയും ആത്മാവിലെയും സകല അഴുക്കും നീക്കി, നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അവസാനത്തെ പദപ്രയോഗം നിങ്ങൾ കേട്ടു, വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ബി പെർഫെക്റ്റ് ഇൻ ഹോളിനെസ്. ഞാൻ വളരെ കൊതിയോടെ പറയുകയാണ്, ഈ കൂട്ടായ്മയിലെ ദൈവമക്കളെ ആശയോടെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതമാണ് ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ മുഖപത്രം നിങ്ങളാകുന്നെന്ന പൗലോസ് പറഞ്ഞത് കൊരിന്ത്യരോട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പത്രം എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതമാണ്. എ ക്രിസ്ത്യൻസ് ലൈഫ് ഈസ് ദി വേൾഡ്സ് ബൈബിൾ. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർ വായിക്കട്ടെ എൻ്റെ ജീവിതം ബൈബിൾ പോലെ. സ്നേഹം എന്താണെന്ന് എന്നെ കണ്ട് പഠിക്കട്ടെ. വിനയം എന്താണെന്ന് എന്നെ കണ്ട് പഠിക്കട്ടെ. വിശുദ്ധി എന്താണെന്ന് എന്നെ കണ്ട് പഠിക്കട്ടെ. താഴ്മ എന്താണെന്ന് എന്നെ കണ്ട് പഠിക്കട്ടെ. സഹോദരി സഹോദരന്മാര്, നിങ്ങൾക്ക് അനുദപിക്കാൻ വകയില്ലേ? എത്ര കാലമായി ജീവിക്കുന്നു? എന്നെപ്പോലെ വാർദ്ധക്യത്തിലൂടെയുണ്ട്, യുവാക്കന്മാർ യുവതികളും എല്ലാം ഉണ്ട്. നിങ്ങളുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ യേശുവിനെ വേണമെന്ന് തോന്നാൻ തക്കവണ്ണം ഒരു സുഗന്ധം
വീശുന്നതായ, പരത്തുന്നതായ, വെളിച്ചം പരത്തുന്നതായ ജീവിതമായി നിങ്ങൾ നിന്നോ? അധികം ദുർസാക്ഷ്യമായി തീർന്നു. ഇന്ന് തിരുത്താൻ നോക്ക് ദൈവമക്കളെ. കേട്ടുവിട്ട് ശിക്ഷാവിധിക്കായി തീരല്ലേ. എന്താണ് നമ്മളുടെ ധ്യാന വിഷയം? എന്താണ്? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മാതൃകയാണ്. ഏതിനെല്ലാമാണ് മാതൃക? ഒന്ന്, വിശുദ്ധിക്ക് മാതൃക. ഞാൻ ഒരു വാക്കോടെ നിങ്ങൾ പറയട്ടെ. പീപ്പിൾ മസ്റ്റ് സ്മെൽ ക്രൈസ്റ്റ് ഇൻ യു. യേശുവിൻ്റെ മണമുള്ള ക്രിസ്ത്യാനികൾ, യേശുവിൻ്റെ സുഗന്ധം വീശുന്ന ക്രിസ്ത്യാനികൾ, യേശുവിൻ്റെ വെണ്മയുള്ള ക്രിസ്ത്യാനികൾ, യേശുവിൻ്റെ വെളിച്ചം പരത്തുന്ന ക്രിസ്ത്യാനികൾ. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാൻ 2-ാമത്തെ വാക്യം വായിച്ച്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. വർക്ക് ആസ് ജീസസ് വാക്ക്ഡ്. ദൈവത്തിന് സ്തോത്രം. അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. നടപ്പെപ്പോഴും ജീവിതത്തെ കാണിക്കുന്നതാണ്. ദൈവത്തിന് മഹത്വം. ലിവ് ആസ് ജീസസ് ലിവ്സ്. ദൈവമക്കളെ, അതാണ് ആത്മീയം. ഏത് വചനം പറഞ്ഞു കഴിഞ്ഞാലും ആകെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന എന്താണ്? യേശുവിൻ്റെ ജീവിതം അനുകരിക്കും. യേശുവിൻ്റെ ജീവിതം എത്ര അനുകരണീയമായിരുന്നു. മറ്റുള്ളവർ കണ്ടു പഠിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അക്രൈസ്തവർ പോലും, ദൈവത്തിന് സ്തോത്രം, ഒരു ഓഫീസിൽ ഒരു സത്യക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ കർത്താവായി യേശുക്രിസ്തുവിനെ അകത്ത് രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഛായയും സ്വഭാവമുള്ള ദൈവവൈതലായി ഒരു ദൈവവൈതല ഓഫീസിൽ നിൽക്കുന്നുവെങ്കിൽ അത്ഭുതം കൂറിക്കൊണ്ട് മറ്റുള്ളവർ ചിന്തിക്കും. ദൈവത്തിന് സ്തോത്രം. സംതിങ് ഡിഫറൻറ്റ്, സംതിങ് സ്പെഷ്യൽ. അതെന്താണ്? അകത്ത് കത്തുന്നൊരു ദീപമുണ്ട്, കത്തുന്നൊരു സ്നേഹമുണ്ട്. എന്തൊരു വിനയം, എന്തൊരു താഴ്മ, എന്തൊരു വിശുദ്ധി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പകർത്താൻ നോക്കണം. സ്നേഹത്തിൽ രുചി വരുത്താതിരിക്കുന്ന വാക്കുകൾ, താങ്ങുന്ന കരങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആവശ്യക്കാരുടെ അടുക്കലേക്ക് ഓടിയെത്തുന്ന കാലുകൾ, മനസ്സിലുള്ളതായിരിക്കുന്നൊരു ഹൃദയം, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദുഃഖിച്ച് കരയുന്ന കണ്ണുനീരുള്ളതായിരിക്കുന്ന കണ്ണുകൾ. ദൈവമക്കളെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു പോയാൽ മതിയോ? അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം ജ്വലിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുടെ കൂട്ടായ്മയാണ് എങ്കിൽ ദൈവമക്കൾ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ ആത്മാവിൻ്റെ തീ കത്തുകയില്ലേ? അത് കണ്ട് ഭയപ്പെട്ട അനേക യഹോവയിലേക്ക് തിരിയുകയില്ലേ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. ഒന്ന്, യേശുവിൻ്റെ ജീവിത വിശുദ്ധി നമ്മുടെ വിശുദ്ധിയായി മാറണം. 2, യേശു നടന്നതുപോലെയും ജീവിച്ചതുപോലെയും മാതൃകപരമായിരിക്കുന്ന ജീവിതം നയിക്കണം. 3, എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 13-ാം 34-35 വാക്യങ്ങൾ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. കർത്താവായ യേശുക്രിസ്തു ഒരു പുതിയ കൽപ്പന തരികയാണ്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അത് പറഞ്ഞ് നിർത്തിയില്ല കർത്താവ്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ അടുത്ത വാക്കുകൾ കേട്ടെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. എല്ലാവരും അത് കേട്ടോ? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവ് പറഞ്ഞ് നിർത്തിയില്ല. ആ സ്നേഹത്തിൻ്റെ മാനദണ്ഡം എന്താണ്? ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ അങ്ങോട്ട് സ്നേഹിക്കുന്നതായ വളിച്ച സ്നേഹമല്ല. നിനക്ക് പണം ആവശ്യം വന്നപ്പോൾ കുറെ പണം തന്ന് ഉടനെ അങ്ങോട്ട് കാണിക്കുന്നതായ ആ ഒരു സ്നേഹമല്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. മനസ്സാണോ നിങ്ങൾക്ക്? ഉപദ്രവിക്കുകയും ശപിക്കുകയും മുഖത്ത് തുപ്പുകയും ചമ്മട്ടി കൊണ്ട് അടിച്ച് ഉഴവുചാല് പോലെ ശരീരം കീറുകയും തലയിൽ വടികൊണ്ട് അടിക്കുകയും മുൾക്കിരീടം ആഞ്ഞ് തറയ്ക്കുകയും മതി വരാഞ്ഞിട്ട് വജ്രക്കല്ലിനൊത്ത ചിത്തമുള്ള ഭടന്മാര് കാര്യരുമ്പാണികൾ അടിച്ച് മരക്കൂസിൽ തൂക്കിയിടുകയും ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉള്ളത്തിൽ സ്നേഹം നിറഞ്ഞു. അനുഗ്രഹിക്കണമേ, ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പറ്റുമോ നിങ്ങൾക്ക്? എന്നിട്ട് കുരിശ് വരയ്ക്ക്, എന്നിട്ട് ക്രൂശ് മൊത്ത്. പുരാതന ക്രിസ്ത്യാനികളും കൂട്ടായ്മക്കാരും വ്യക്തമായി കേൾക്കണം. ആരെയും കാണിക്കാനുള്ളതല്ല ആത്മീയം, വരയ്ക്കാനുള്ളതല്ല ആത്മീയം, ചുവന്നുകൊണ്ട് നടക്കാനുള്ളതല്ല കുരിശ്. ക്രൂശ് സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ്. ദൈവത്തിന് സ്തോത്രം. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാൻ ദൈവത്തിൻ്റെ സ്നേഹവും വളരെ വ്യക്തമായി വരച്ചു കാട്ടിയ രംഗമാണ് ക്രൂശ്. കൊല്ലുന്നവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ക്ഷമയപേക്ഷിക്കുന്നതായ സ്നേഹം. അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നെങ്കിൽ പിന്നെ വഴക്കുണ്ടാകുമോ?
പിന്നെ ഭിന്നിപ്പുണ്ടാകും. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാരെല്ലാം ക്ഷമിക്കുകയും പൊറുക്കുകയും മറക്കുകയും ചെയ്തെങ്കിൽ പിന്നെ തമ്മിൽ തല്ലുണ്ടോ? ദൈവമക്കളെ, ഒരു സ്നേഹത്തിൻ്റെ വിപ്ലവം നമ്മളുടെ കൂട്ടായ്മയിലും കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും നടക്കണം. സ്നേഹത്തിൻ്റെ വിപ്ലവം. ഞങ്ങളുടെ പ്രിയപ്പെട്ട യോഹന്നാൻ സാർ പറയാറുണ്ട്, സ്നേഹത്തിൻ്റെ ബോംബ് പൊട്ടണം. അതൊരു വലിയ ശക്തിയുള്ള ബോംബാണ്. ദൈവത്തിന് സ്നേഹം, ആ വാക്ക് തന്നെ എത്ര മനോഹരമാണ്. ദൈവത്തിന് സ്നേഹമുണ്ടെന്നല്ല നമ്മുടെ വചനത്തിൽ പറയുന്നത്. ഗോഡ് ഈസ് ലവ്. നമ്മുടെ ദൈവം സ്നേഹമാകുന്നു. എന്നാൽ ആ സ്നേഹമുള്ള ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന ക്രിസ്ത്യാനികൾ വഴക്കാളികളുമാകുന്നു. ഞാൻ അല്പം ഭാരത്തോടെയാണ് വാക്കുകൾ പറയുന്നത്. സ്നേഹമാണോ വ്യക്തമായി വ്യാപരിക്കുന്നത്? ദീർഘമായി ക്ഷമിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ, ക്ഷമിക്കുന്ന ദൈവമക്കളുടെ കൂട്ടായ്മ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, സ്നേഹം നമുക്ക് കൈമാറാം. കർത്താവായ യേശുക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. സ്വർഗരാജ്യം സ്നേഹത്തിൻ്റെ രാജ്യമാണ്. ആരോടും പകയില്ല, വിദ്വേഷമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. യോഹന്നാൻ ശ്ലീഹായെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കുമായിരുന്നു. അതുപോലെ നമുക്കും സ്നേഹിക്കാം. സ്നേഹത്തിൻ്റെ ഒരു പുതിയ അധ്യായം തുടങ്ങാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവിനെ പോലെ യേശുവിൻ്റെ വിശുദ്ധി നമ്മൾ പിൻപറ്റണം. യേശു നടന്നുപോലെ നാം നടക്കണം. യേശുവിനെ പോലെ നമ്മൾ സ്നേഹമുള്ളവരായി തീരണം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. യേശു സ്നേഹിച്ചതുപോലെ യേശുവിൻ്റെ ആ മാതൃകയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏതിനെല്ലാം മാതൃക വായിക്കാം? 13-14-15. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ, കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. അത് കണ്ട് കർത്താവായ യേശു ക്രിസ്തു എന്താ തുടർന്ന് പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ദൈവമക്കളെ, ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ഞെട്ടലോട് കാര്യം ചിന്തിച്ചു. നിങ്ങളും ശ്രദ്ധ വെച്ച് കേട്ടെ. ബാക്കിയെല്ലാം കർത്താവായ യേശു ക്രിസ്തു ഉപദേശരൂപേണ പറഞ്ഞു കാണിച്ചു തന്നു. വളരെ വ്യക്തമായി പറഞ്ഞ് ഉപദേശം തന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത് കാണിച്ചു. തേജോമയനായ ദൈവം, അണ്ടകടാകത്തിൻ്റെ ഉടയവനായിരിക്കും ദൈവം, മാലകമാര് മുഖം മൂടിക്കൊണ്ട് ആരാധിക്കുന്ന തേജോമയനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പാവപ്പെട്ട മീനുളുമ്പനാർന്ന മുക്കുവന്മാരുടെ കാല് തറയിലിരുന്നു കൊണ്ട് കഴുകി. എന്താ രംഗം! സഹോദര സഹോദരി, നിന്റെ ഉള്ളം ഞെട്ടാത്തതെന്ത്? യേശുവിൻ്റെ താഴ്മ ഒന്ന് അനുകരിക്കാൻ, പിൻപറ്റാൻ നിനക്ക് മനസ്സുണ്ടോ? അഹങ്കാരം താഴ്വയ്ക്ക് ദൈവമക്കളെ. നിനക്ക് ദൈവം സമ്പത്ത് തന്നോ? അത് കൃപയാണ്. ആരോഗ്യം തന്നോ? ബുദ്ധി തന്നോ? വിദ്യാഭ്യാസം തന്നോ? വചനം പറയാനുള്ളതായിരിക്കുന്ന വേദി തന്നോ? താഴുക ദൈവമക്കളെ. ഞാനൊരു മർമ്മം ഈ വാർദ്ധക്യത്തിൽ നിന്നോട് പറയാം. ഉയർച്ചയിലേക്കുള്ള വഴി താഴ്മയിലൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. കന്യാമറിയാമ്മയുടെ വ്യക്തമായിട്ട് പറഞ്ഞു, കണ്ടാലും തൻ്റെ ദാസിയുടെ താഴ്മയെ നീ കടാക്ഷിച്ചല്ലോ. അരുമനാഥന്റെ കരം പാപിയെ ഉയർത്താൻ വരുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? അവൻ താണെ വരെ ഉയർത്തുന്നു. ദി മൈറ്റി ആർ ബ്രോട്ട് ഡൗൺ. ദൈവത്തിന് സ്തോത്രം. അഹങ്കാരികളെ താഴെ ഇറക്കുന്നു. വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ഈ കാലഘട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സ്വഭാവ മേന്മയാണ് താഴ്മ എന്ന് പറയുന്നത്. അഹങ്കാരത്തോടെ, തൻ്റെ ഇടത്തോടെ തല ഉയർത്തി നട്ടെല്ലി നിർത്തി നടക്കുന്നതായ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടമായിരിക്കരുത് നമ്മളുടെ കൂട്ടായ്മയിലെ ദൈവമക്കൾ. വിനയം പഠിപ്പീൻ, താഴാൻ പഠിക്കുവേൻ. ദൈവത്തിന് സ്തോത്രം. ദി ഹയർ വി ഗോ, സ്മോളർ വി ബിക്കം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനാകട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തെ അനുകരിക്കണം. കർത്താവിൻ്റെ വിശുദ്ധിയെ അനുകരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ താഴ്മയെ അനുകരിക്കണം. എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയും, അവൻ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് നേതാക്കന്മാരാകാൻ ആളുണ്ട്, ദാസന്മാരാകാൻ ആളില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഏതെങ്കിലും രംഗത്ത് ചെയ്യുന്നവർ ഓർത്തുകൊള്ളണം, നിങ്ങളെ വിളിച്ച് ശുശ്രൂഷ പരിവേൽപ്പിച്ചത് അധികാരത്തോടെ ഭരിക്കാനും വാഴാനുമല്ല, കാല് കഴുകുന്ന ശുശ്രൂഷയാണ്. കാല് കഴുകുന്ന ശുശ്രൂഷ. അതിനുള്ള വിനയം നിങ്ങൾ
കൈവശമാക്കുക താഴ്മത്തെ. അത് നമ്മുടെ വസ്ത്രമാണ്. കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായപ്പെടുത്തി, കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായത്തിൽ ഒരു ദൈവവേദലിന് ഏറ്റവും ഉചിതമായിരിക്കുന്ന വസ്ത്രം ഏതാണ്? ഏറ്റവും ചേരുന്ന വസ്ത്രം ഏതാണ്? കൊലോസ്യർ 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്, ദയയും താഴ്മയും സൗമ്യതയും ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കയും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവിൻ്റെ പ്രകൃതി എല്ലാം അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ധരിക്കേണ്ടതായിരിക്കുന്ന വസ്ത്രം, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യോജിക്കുന്ന വസ്ത്രം താഴ്മയാണ്. ദൈവമക്കളെ, ഇത് പറയുമ്പോൾ കേട്ടിച്ചു പോയാൽ പോരാ. അഹങ്കാരത്തിൻ്റെയും ഉന്നതഭാവത്തിൻ്റെയും തൻ്റെ അടുത്തിൻ്റെയും വസ്ത്രമൊക്കെ കഴിച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ തീയിറങ്ങി കത്തിച്ച് കളയട്ടെ. കർത്താവായി യേശുക്രിസ്തു ധരിച്ചതുപോലെ താഴ്മയുടെ വസ്ത്രം ധരിച്ച് അങ്ങനെ നമുക്കൊന്ന് നടക്കാം. കൊലോസ്യർ 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. അടുത്ത വാക്യം, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. നിങ്ങളും ചെയ്യുവീൻ. എല്ലാവരും ശ്രദ്ധ വെച്ച് ഉണർവോടെ കേട്ടെ. അത് ഇന്നിവിടെ നടക്കണം. കർത്താവ് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. മനസ്സാണ് നിങ്ങൾ. വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവ് ക്ഷമിച്ചതുപോലെ. ആരോടാ ക്ഷമിച്ചത്? ഇങ്ങോട്ട് ഉപദ്രവിച്ചവരെ, കൊന്നവരെ. കർത്തൃപ്രാർത്ഥനയിൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചു. മത്തായി 6 വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെ പ്രത്യേകത എന്താണ്? നിബന്ധനയോടുകൂടിയതായ ഒരു പ്രാർത്ഥന മാത്രമേ കർത്തൃപ്രാർത്ഥനയിലുള്ളൂ. 2 പ്രത്യേകത അതിനെന്തുണ്ട്? ഒന്ന് നിബന്ധന. നിങ്ങൾക്ക് ക്ഷമ കിട്ടണമോ? ക്ഷമിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. Forgive others in order to be forgiven. എല്ലാവരും കേട്ടോ അത്? ഇനി ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ആരോടെങ്കിലും നിരപ്പാക്കാനുണ്ടോ? നീ എത്ര പ്രാർത്ഥിച്ചാലും നേർച്ച കഴിച്ചാലും കൂട്ടായ്മയ്ക്ക് വന്നാലും ആരോടെങ്കിലും പകയും വിദ്വേഷവും ക്ഷമിക്കാത്തതായിരിക്കുന്നതായ ഏതെങ്കിലും ഒരു അകൽച്ചയും വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന തലയിൽ നിന്ന് ഒരിച്ചാൻ പോലും പൊങ്ങിയില്ല. പല കാരണങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും. എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തില്ല എന്നൊക്കെ ചോദിക്കാം. ക്ഷമ കിട്ടണമോ? ക്ഷമിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഒന്നാമത് നിബന്ധനയോടുകൂടിയ പ്രാർത്ഥന. രണ്ടാമത് എന്താണ്? കർത്താവായ യേശുക്രിസ്തു വിശദീകരിച്ചതായ അപേക്ഷ. അതുമാത്രമാണ്. മത്തായി 6 വായിച്ച് 12 മുതലായിരിക്കുന്ന വാക്യങ്ങൾ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവോടെ പ്രാർത്ഥന നിർത്തുകയല്ല, വിശദീകരണം വായിച്ചേ. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. കർത്താവിന് മതിയാവുന്ന എല്ലാവരും അത് കേട്ടോന്ന് ഞെട്ടലോടെ കേട്ടെന്ന് ഞാൻ പറയും. ഇന്ന് വഴക്ക് തീരണം. ദൈവത്തിൽ നിന്ന് കരുണയുടെ കണിക നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ക്ഷമിക്കണം. ഏതെല്ലാം കാര്യമുണ്ടെങ്കിലും മനഃപൂർവ്വം ക്ഷമിക്കണം. നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. കർത്താവിന് മതിയാവുന്നില്ല. അടുത്ത വാക്യം, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. എത്ര വ്യക്തമായിട്ടാ പറഞ്ഞത്. 14 പറയുന്നു, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. കർത്താവിന് മതിയാവുന്നില്ല. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 18 മർക്കോസ് 11 എല്ലാം വ്യക്തമായിട്ട് പറയുന്നു. പൗലോസ് അത് എടുത്തു പറയുന്നുണ്ട്. എഫേസർ 4 വായിച്ച്. എഫേസർക്ക് ലേഖനം 4-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. എല്ലാവരും കേട്ട്, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. നിങ്ങൾ എന്തു പറയുന്നു? ക്ഷമിച്ചോ? നിങ്ങൾ ആരോടെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? ഭാര്യയും ഭർത്താവും ഒന്നാണോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയും നിർമ്മലതയും നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവരോടും ക്ഷമിച്ച് മാത്രം പോരാ, സ്നേഹത്തിൽ അവരോട് ഇടപെടാൻ നിങ്ങൾക്ക് മനസ്സാണ്. മറ്റുള്ളവരുടെ കാല് കഴുകാൻ നിൽക്കണം. ലോകത്തിൽ ഏറ്റവും താഴ്മ ധരിപ്പാൻ നിങ്ങൾക്ക് മനസ്സാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം?
കർത്താവായ യേശു ക്രിസ്തുവിനെ മാതൃകയാക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഹൃദയം കർത്താവിന് വേണ്ടി തുറക്കണം. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കർത്തൃത്വം നടത്തുന്നുവെങ്കിൽ ഈ ദിവ്യ സ്വഭാവം നിങ്ങൾക്ക് കിട്ടും. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ ഒരു വാക്ക് നിങ്ങളോട് പറയാം. ഇത് മനുഷ്യനാൽ സാധ്യമാണോ നിങ്ങൾ ചോദിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രകൃതിക്കൊത്തോണം നടപ്പാൻ സാധ്യമാണോ? ദൈവമക്കളെ, സ്തേഫാനസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ നേതൃത്വം കൊടുത്തതായ പൗലോസ്ലീഹ, ദൈവമക്കളെ കൊല്ലുവാൻ വേണ്ടി കൊല നിശ്വസിച്ചുകൊണ്ട് ഓടിയതായിരിക്കുന്ന ശൗല് പൗലോസ്ലീഹായി മാറി. 1 കൊരിന്ത്യർ 15 വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. മറ്റൊരു വ്യക്തി മാതൃക ആരാണ്? ദാവീദാണ്. അവൻ കൊലപാതകം ചെയ്തവനാണ്, വേശ്യാവൃത്തി ചെയ്തവനാണ്, മദ്യം കൊടുത്തവനാണ്, മറ്റുള്ള ഒരാളുടെ ഭാര്യയെ വാസ്തവത്തിൽ തട്ടിക്കൊണ്ടുപോയവനാണ്. അത്രമാത്രം ദുഷ്പ്രവൃത്തി ചെയ്തതായ ദാവീദിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13:22 പറയും, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഏത് മനുഷ്യനും മാറാം, ഏത് മനുഷ്യനും ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകാം, ഏത് മനുഷ്യനും യേശുവിനെ പോലെ നിർമ്മലത ജീവിതത്തിൽ പകർത്തിയെടുക്കാം. ഏത് മനുഷ്യനും യേശു ക്ഷമിച്ചതുപോലെയും സ്നേഹിച്ചതുപോലെയും ക്ഷമയും സ്നേഹവും നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും. അതിനെന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവേ, നിന്റെ മന്ദിരമാക്കി എന്നെ മാറ്റണമേ. യേശു തേജസ്സോടെ എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. ആരെല്ലാം ഹൃദയം തുറക്കുന്നുണ്ട്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ പകർത്തുവാൻ ഈ നിമിഷം മുതൽ ഞാൻ അധ്വാനിക്കും, ഞാൻ സമർപ്പിക്കും. നന്ദിയോടെ സ്തോത്രം. ആത്മീയ ജീവിതത്തിൻ്റെ പരമോന്നതമായിരിക്കുന്ന ലാക്കും ലക്ഷ്യവും യേശു വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനായി തീരുക എന്നുള്ളതാണ്. യേശുവാകുന്ന ആ ദിവ്യ സ്വഭാവം, കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ആ തലയോളം വളരുക എന്നുള്ളതാണ്. യേശുവിൻ്റെ അതേ പ്രകൃതി നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കരിക്കട്ടെ തീ പിടിക്കുവാൻ തക്കവണ്ണം കാലുകൾ കത്തിയതായ സ്നേഹത്തിന് തീയുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പൊന്ന് കർത്താവേ, ഈ സ്വർഗീയ ആലോചനകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ, ഞങ്ങളെ തീ പിടിപ്പിക്കണമേ, ഞങ്ങളെ വിശുദ്ധരാക്കി മാറ്റണമേ. നിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ പറന്നു വരുവാൻ തക്കോണം ഞങ്ങൾക്ക് കൃപയും സ്നേഹവും തന്ന് നിറയ്ക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.